ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാതെ മുടി രണ്ടും കൂടെ ഫ്രണ്ടിലെടുത്തിട്ടെന്ന് പറഞ്ഞിട്ടില്ലേ അവനെ അടുത്ത്. പിന്നെ എന്താ കേട്ടാല്? ഞാൻ എണ്ണയൊക്കെ തേച്ച് ഒതുക്കി വെച്ചേക്കണ കണ്ടില്ലേ? എന്താന്ന് ഞാൻ ചോദിക്കണം എന്റെ അടുത്ത്. ഇഷ്ടമായോണ്ട് വെച്ചാ എന്നാ പിന്നെ മുടി മൊത്തത്തിലും കഴിച്ചിട്, മുഖം കാണണ്ട. What are you doing? Are you stupid? ഇത് അമ്മയ്ക്ക് അങ്ങനെ ഡെയിലി കൊടുക്കാറുണ്ടോ? എപ്പോഴും എഴുന്നേറ്റാ കൊടുക്കുന്ന ആദ്യത്തെ സംഭവം ആണോ? അഞ്ജലി അറിഞ്ഞോ ദൃശ്യം 3 വരുന്നുണ്ട്? അറിഞ്ഞോ? അറിഞ്ഞല്ലേ? കുറേയും കൂടി ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. അത് പറയാതെ പറ്റില്ല. ഫോണിലിരിക്കുന്നത് കൊണ്ടാണ് പിള്ളേർ അങ്ങനെയാണ്. ഒരു രക്ഷയില്ല. അതെ, ഭയങ്കര. അപ്പൊ നമ്മൾ ഇവളെ എന്ത് പറഞ്ഞാലും സീരിയസ് നോട്ടിൽ നമ്മൾ അത് എടുക്കാറുണ്ട്. ശരിക്കും ചേച്ചി തന്നെ കേട്ടോ. ബിക്കോസ് ഓഫ് സ്കൂൾ ബാഗ് വല്ല കാര്യത്തിൽ യൂസ് ചെയ്യുന്ന അമ്മയ്ക്കും അത് കാണാറ് പോലും ഇല്ലാത്ത അമ്മയ്ക്കും അതിൽ എത്ര കമ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ? ഡിസ്കസ് ചെയ്യാറുണ്ട് എപ്പോഴും. അതല്ല, ഇവള് വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചോദിക്കും. ദക്ഷ യു സെൻഡ് മീ നോട്ട്സ്, ഐ വിൽ സെൻഡ് യു നോട്ട്സ് ഒക്കെ പറഞ്ഞ് ദക്ഷ ദക്ഷ എന്ന് പറയുന്നത്. പൂക്കളെ സற்று ഓய்விடுங்கள், അവൾ വന്നു വിട്ടാൽ, അവൾ വന്നു വിട്ടാൽ. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ, വളരെ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മൈൽസ്റ്റോൺ ഇവന്റ്സ് പ്രസൻസ് മമ്മി ആൻഡ് മീയിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നല്ല സുന്ദരിയായിട്ടുള്ള ഒരു അമ്മയും അമ്മയുടെ സുന്ദരിയായിട്ടുള്ള ഒരു മോളുമാണ്. ഈ അമ്മയെക്കുറിച്ച് പറയാൻ നിന്നില്ല, പെട്ടെന്ന് അങ്ങനെ ഒന്നും പേര് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മൈൽസ്റ്റോണിലുമായിട്ട് ഭയങ്കര നല്ല ബന്ധമുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഞാനത് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അതിൽ ഒരാളാണ് ഈ അമ്മ എന്ന് പറയുന്നത്. മാത്രമല്ല, എന്താ പറയുക, ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മൾ ഒരുപാട് ഇവരുടെ പലതരത്തിലുള്ള ഇന്റർവ്യൂവും വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുമുണ്ട്. പക്ഷേ എപ്പോഴും ഒരേ ആളുടെ ഒരേ കാര്യം തന്നെ നമ്മൾ ഒരിക്കലും കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ മമ്മി ആൻഡ് മീയിലൂടെ വളരെ പ്രശസ്തിയായ അമ്മയും അതിലേറെ അമ്മേനെക്കാട്ടിലും പ്രശസ്തിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം മകളും അങ്ങനെയുള്ള അഞ്ജലി നായരും അഞ്ജലിയുടെ സുന്ദരിയായ ആവണിക്കുട്ടിയാണ് ഇന്നത്തെ നമ്മുടെ മമ്മി ആൻഡ് മീയിൽ. ഹലോ, രണ്ടുപേരും നല്ല സുഖമായിട്ടിരിക്കുന്നു അല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോ അഞ്ജലിയാണോ തിരക്ക് അതോ ആവണിക്കുട്ടിക്കാണോ തിരക്കെന്നാണ് ചോദിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ആവണിക്കുട്ടിയാണ് ഭയങ്കര തിരക്കില്. സ്കൂളിലൊന്നും പോവണ്ടേ? അപ്പൊ സ്കൂളിൽ പോണം. ലൈക് ഷൂട്ട് ഇല്ലാത്ത ടൈം ഒക്കെ ഞാൻ സ്കൂളിൽ പോകും. പിന്നെ സ്കൂളിലുള്ള ടൈം ആണെങ്കിൽ ഞങ്ങക്ക് ടീച്ചേഴ്സ് നോട്ട്സ് സെൻഡ് ചെയ്യും, ഞാൻ എഴുതും, പഠിക്കും. പക്ഷെ അങ്ങനെ പഠിക്കാൻ മോൾക്ക് പറ്റുന്നുണ്ടോ? എനിക്ക് അപ്പൊ ട്യൂഷൻ ഉണ്ടോ? മാത്സിന് മാത്രം ആഴ്ചയിൽ ഒരു ദിവസം ട്യൂഷൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ അവള് തന്നെ അപ്പൊ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വെരി ബ്രില്യന്റ്. ടച്ച് വേർഡ്. ആ ഏരിയയിലേക്ക് അഞ്ജലി നോക്കാറേ ഉണ്ടാവില്ല. ഞാൻ ഈ ഒരു വർഷം ഞാൻ നോക്കിയിട്ടേ ഇല്ല. കാരണം അവള് ഫുൾ തിരക്ക്. ഞാനും കുറെ മൂവീസ് ആയിട്ട് തിരക്കിലായിരുന്നു. പിന്നെ ബിസിനസ് ചെയ്യുന്നുണ്ട്, അതിന്റെയും തിരക്കിലായതുകൊണ്ട് ഞങ്ങള് കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇതറിഞ്ഞിട്ടില്ലല്ലോ. അതായത് നമ്മള് പ്രൊഡക്ട്സ് എല്ലാം ബ്രാൻഡ് ചെയ്ത് ബൾക്കായിട്ട് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം പൊളിറ്റീഷ്യൻസിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റ്സ് വരുമ്പോ അങ്ങനെ ബർത്ത്ഡേസ്, വെഡിങ്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഓഫീസുകളിൽ ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ പ്രൊഡക്ട്സാ കൊടുക്കുക? നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാ പ്രൊഡക്ട്സും കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി പുതിയതായിട്ടുള്ള ഒരു സംഭവം കൂടെ മൈൽസ്റ്റോൺ ഒരു ഇവന്റ്സ് സ്റ്റാർട്ട് ചെയ്യണം. മൈൽസ്റ്റോൺ ഇവന്റ്സ്. അതായത് ഇനിയിപ്പോ നിങ്ങളുടെ സർക്കിളിലാണെങ്കിലും മോളുടെ ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും വല്ല ബർത്ത്ഡേ ഫംഗ്ഷൻസോ എൻഗേജ്മെന്റ്, കല്യാണം, അറിയാലോ, കോർപ്പറേറ്റ് ഇവന്റ്സ്, ഇങ്ങനത്തെ എന്ത് ഇവന്റ് വന്നാലും നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പൊ ഓർത്തോണം കേട്ടോ. മൈൽസ്റ്റോൺ ഇവന്റ്സ്. മൈൽസ്റ്റോണിന്റെ ഒരു ക്വാളിറ്റി അഞ്ജലിക്ക് അറിയാലോ. ഏറ്റവും കൂടുതൽ ലീഡിംഗ് ആയിട്ടുള്ള ചാനൽ മൈൽസ്റ്റോൺ ആണ്. അപ്പം എപ്പോഴും നമ്മുടെ ഇവന്റ് എന്ന് പറയുമ്പോഴും സാധാരണ ഒരു ഇവന്റ് കമ്പനി പോലെ വെറുതെ ഷൂട്ട് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കില്ല. തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും ഒരു നല്ലൊരു കണ്ടന്റ്, നമുക്കിപ്പോ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസും കൂടി ഉള്ളതുകൊണ്ട് കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക, അതിന്റെ ഔട്ട്പുട്ടും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അത് അക്കാര്യം ശരി. ഇനി ഞാൻ ആദ്യം ഇന്റർവ്യൂല് പറഞ്ഞില്ലേ, മൈൽസ്റ്റോണിന്റെ ഒരു വിളി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതുപോലെ അത്ര അടുപ്പമുള്ള ഒരു ആളാണ്. എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് അധികം ചാനൽസ് ഉണ്ട്, സാറ്റലൈറ്റ് ചാനലാണെങ്കിലും ഡിജിറ്റലിലാണെങ്കിലും.
പക്ഷെ മൈൽ സ്റ്റോൺ ഞങ്ങൾക്ക് അഞ്ജലി വളരെ പ്രിയപ്പെട്ടതായതുപോലെ തിരിച്ചും അഞ്ജലിക്കും എന്തെങ്കിലുമൊക്കെ ഒരു തരത്തിൽ ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കുമല്ലോ നമ്മളുമായിട്ടും ഇങ്ങനെ നിൽക്കുന്നത്. എന്താണ് അഞ്ജലിനെ ഇത്രയധികം മൈൽ സ്റ്റോണിലേക്ക് അട്രാക്ട് ചെയ്തിരിക്കുന്നത്? മൈൽ സ്റ്റോൺ ലൈക്ക് ഭയങ്കര ക്വാളിറ്റി എപ്പിസോഡ്സ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞ ചോദ്യങ്ങളായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രാമാണ് മൈൽ സ്റ്റോൺസിന്റെ. സോ ഒബ്വിയസ്ലി നമ്മൾ എപ്പോഴും വിളിക്കുമ്പോൾ നമ്മളൊരു പ്രയോറിറ്റി ടീമിന് കൊടുക്കാറുണ്ട്. മോൾക്ക് അതിനെ കുറിച്ച് ഒന്നും മൈൽ സ്റ്റോണിലെ പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ടോ? ഞാൻ ഷോർട്സ്, യൂട്യൂബ് ഷോർട്സ്, ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ നോക്കുമ്പോ മൈൽ സ്റ്റോൺ കാണാറുണ്ട്. ആണ് കാണുന്നത്. ഞാൻ ഓക്കെ, follower ആ. അതൊക്കെ ലൈക്ക് അടിക്കാറുണ്ടോ? ആണോ? ഷെയർ ചെയ്യാറുണ്ടോ? ഷെയർ ചെയ്യാം. ഷെയറിംഗ് കുറവാ, ലൈക്കിന്റെ ആളാ. മുമ്പായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സെഗ്മെന്റിലേക്ക് പോകാം. Okay. ഈ സെഗ്മെന്റ് എന്ന് പറയുന്നത് അമ്മയ്ക്ക് അറിയാമോ, മോളെ റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ അമ്മേനെ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അമ്മയ്ക്ക് എത്രത്തോളം മോളെ അറിയാമെന്ന് നമുക്ക് നോക്കട്ടെ. അതിന് വേണ്ട കുറച്ച് 1-2 പ്രോപ്പർട്ടീസ് ഉണ്ട്. മോൾക്ക് ഇതൊക്കെ ചെയ്ത് നല്ല സ്മാർട്ട് ബോർഡും സ്കൂളിൽ ഇതെല്ലാം ബോർഡിലൊക്കെ എഴുതുന്നുണ്ട്. യുനോ ഇതെല്ലാം ഡസ്റ്ററും ഉണ്ട്, പെന്നും ഉണ്ട്. ഇതിന്ന് എടുത്താൽ മതി കേട്ടോ. ഈ ബോർഡ് കാണുമ്പോൾ മൈൽ സ്റ്റോണിന്റെ ഒരു ഏരയാണ് ഞാൻ ഈ ബോർഡായി. ബോർഡുമായിട്ടല്ലേ? അപ്പൊ യൂസ്ഡ് ആണ്, കുഴപ്പമില്ലല്ലോ. ഇത് അമ്മയ്ക്കും കൊടുത്തോ. ഓക്കെ, ഏതാ വേണ്ട? അപ്പോൾ ഐശ്വര്യമാണോ എന്നും ഈ ബോർഡുകൾ കിട്ടുമ്പോൾ എന്നും ഐശ്വര്യമായിട്ട് വിജയിക്കാറാണോ ഉള്ളത്? ഞങ്ങൾ വിജയിക്കാറുണ്ട്. ആണല്ലേ? വിജയിക്കാറുണ്ട്. ഇന്നത്തേനകത്ത് അഞ്ജലിനെ തോപ്പിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ. ഓക്കെ, ഓക്കെ. കോപ്പി അടിക്കരുത്. സ്കൂളിൽ പോവാത്ത മകളും സ്കൂളിൽ പണ്ടെപ്പോഴും പോയിരുന്ന അമ്മയും ആയതുകൊണ്ട് രണ്ടുപേരും എക്സാം എഴുതുന്ന ആ ഒരു ഇതിൽ ഇരുന്നോണ്ട് കോപ്പി അടിച്ചാൽ ഞങ്ങളുടെ ക്യാമറ ക്യാച്ച് ചെയ്തതായിരിക്കും. അതുകൊണ്ട് പനിഷ്മെന്റും ഉണ്ടാവും. തെറ്റുത്തരം, അത് ഉത്തരം തെറ്റിക്കഴിഞ്ഞാലേ പനിഷ്മെന്റ് ഉണ്ടാവും. പിന്നെ കോപ്പി അടിച്ചാൽ വേറെയും പനിഷ്മെന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അമ്മ കാണാതെ മോൾ എഴുതിക്കോണം, മോള് കാണാതെ അമ്മ എഴുതിക്കോണം. ചോദ്യം, ആദ്യത്തെ ചോദ്യം. ആവണിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാർട്ടൂൺ കഥാപാത്രം? ഓക്കെ, അപ്പൊ ഞാൻ എന്റെ എഴുതാം. മോള് മോളുടെ ഇഷ്ടമുള്ള എഴുതണം. അമ്മയ്ക്ക് മോളെ എത്രത്തോളം അറിയാൻ നോക്കട്ടെ. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു. ഒന്നും പറയരുത്. ഞാൻ എഴുതി കഴിഞ്ഞു. ഒരക്ഷരം മിണ്ടരുത്, ഒന്നും മിണ്ടാതെ ഒരെണ്ണം എഴുതാവുള്ളൂ കേട്ടോ. ഒരൊറ്റ ഓപ്ഷൻ എഴുതി കഴിഞ്ഞാ. എന്നാ അഞ്ജലി നോക്കട്ടെ. ഓക്കെ, കുറോമിയോ. ഓക്കെ, മോളുടെ എന്താ? യെസ്, രണ്ടുപേരും കുറോമി തന്നെ എഴുതിയിരിക്കുകയാണ്. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അടുത്തത് നോക്കാം. ആവണി ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്കൂൾ ബാഗിൽ എത്ര കമ്പാർട്ട്മെന്റ് ആണ് ഉള്ളത്? അതിനകത്ത് ഓരോരോ സെപ്പറേറ്റ് ഓരോരോ ഇതുണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. അത് എണ്ണിക്കോ. എത്ര എണ്ണം ഉണ്ട് അവളുടെ സ്കൂൾ ബാഗിൽ? എത്ര എണ്ണം ഉണ്ടെന്ന് ആലോചിച്ചിട്ട് എണ്ണി എടുത്തോ. കറക്റ്റ് ആയിട്ട് ആ സ്കൂൾ ബാഗ് വല്ല കാര്യത്തിൽ യൂസ് ചെയ്യുന്ന ആവണിക്കും അത് കാണാറ് പോലും ഇല്ലാത്ത അമ്മയ്ക്കും അതിൽ എത്ര കമ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ? എനിക്കറിഞ്ഞൂടാ. അവിടെ കംപ്ലീറ്റ് കൺഫ്യൂഷനില്ല. ഇതിൽ ആരെഴുതുന്നായിരിക്കും എന്തോ കറക്റ്റ്. എഴുതി കഴിഞ്ഞാ? അവിടെ എഴുതി കഴിഞ്ഞു. നോക്കട്ടെ, പടം വരയ്ക്കോ? പടം ഒന്നും വരയ്ക്കണ്ട. അല്ല, ഞാൻ നോക്കി നോക്ക് എന്താണെന്നുള്ളത്. എനിക്ക് കാണട്ടെ. അവരുടെ സ്കൂൾ ബാഗിന്റെ കളർ എന്താ? കുറോമി. അതുമല്ല, അത് തന്നെയാണ്. ഓക്കെ, നോക്കട്ടെ. അഞ്ജലിയുടെ ആൻസർ 6. അവിടെ ആൻസർ തെറ്റി. ഒരാൾ 5 എന്നാണ് പറഞ്ഞത്. 5 ആണോ? കണ്ടോ, അതായത് സെന്ററിൽ 2, സൈഡില് വെള്ളം വെക്കുന്ന 2, പിന്നെ മെയിൻ കൂട്ടണോ? കമ്പാർട്ട്മെന്റ് പറയുമ്പോ അതാണല്ലോ. അമ്മയ്ക്കാണ് ശരിയായത്. ഇതാണ് ഇടയ്ക്കൊക്കെ സ്കൂൾ ബാഗ് ഒക്കെ പൊളി തട്ടി നോക്കണം എന്ന് പറയും. അവൾ ഉദ്ദേശിച്ചത് സെന്റേഴ്സ് മാത്ര, ഇങ്ങനെ ഫ്രണ്ടില് അങ്ങനെ സൈഡ് 2 ഇല്ലല്ലോ. എന്നാലും അങ്ങനെ ഒന്നും പറഞ്ഞാൽ പറ്റില്ല. പനിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ പനിഷ്മെന്റ് തന്നെ ആയിരിക്കും. പക്ഷെ ആവണക്കുട്ടി പാവായതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോ നല്ല പാട്ടൊക്കെ പാടി തന്നത് കൊണ്ട് വളരെ ഒരു പനിഷ്മെന്റ് ആയിരിക്കും തരുന്നത്. വേറൊന്നുമല്ല, അതേ പബ്ലിക് ജനങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കല്ലേ, അമ്മനെ കെട്ടിപ്പിടിച്ച് അമ്മയ്ക്ക് ഒരു ഉമ്മം കൊടുത്തേ. പനിഷ്മെന്റ്. ഇത് അമ്മയ്ക്ക് അങ്ങനെ ഡെയിലി കൊടുക്കാറുണ്ടോ? എപ്പോഴും എഴുന്നേറ്റാ കൊടുക്കുന്ന ആദ്യത്തെ സംഭവം. ആണോ? അമ്മയ്ക്ക് മാത്രമേ കൊടുക്കുള്ളൂ അതോ അതുവിനും അച്ഛനും ഒക്കെ കൊടുക്കോ? എല്ലാവർക്കും ഉണ്ട്. ഉമ്മ കൊടുക്കല് കുറച്ച് കൂടുതലാണോ? സൂക്ഷിക്കണല്ലോ. വീട്ടില് പുറത്തില്ല, പുറത്താണ് കുറച്ച് സൈലൻസ് ആണല്ലേ. എല്ലാവർക്കും രാവിലെ ഗുഡ് മോർണിംഗ് കിസ്, രാത്രിക്ക് ഗുഡ് നൈറ്റ് കിസ് ഉണ്ട്. ഇടയിലിടയിൽ കിസ് ഉണ്ട് ആണല്ലേ, ഇടയ്ക്കിടയ്ക്കും ഉണ്ട്. ഗുഡ്. ഓക്കെ, ശരി, അടുത്ത ചോദ്യം. ആവണി ഏറ്റവും കൂടുതൽ സമയം പഠന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഏത് ഫ്രണ്ടുമായിട്ടാണ്? എനിക്ക് നോട്ട്സ് അയച്ചു തരൂ. ഇന്നലെ എന്താ പഠിപ്പിച്ചേ? നെക്സ്റ്റ് വീക്ക് എന്താ എക്സാം? അങ്ങനെ സ്കൂളിലെ ഫ്രണ്ടാ? സ്കൂളിലെ ഫ്രണ്ട്. ആരുമായിട്ടാണ് പഠന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യാറുള്ളത്? ഇല്ല, ഒരാളുടെ പേര്. ഇത്തിരി വലുതായിട്ട് എഴുതാമോ? 2 പേരും. നമ്മുടെ
ക്യാമറ കണ്ണുകളിലേക്ക് കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യാൻ. അയ്യോ, Okay? ഞാൻ dust രണ്ടുപേരും ഒരുമിച്ച് മോൾക്ക് ഇറേസ് ചെയ്യണോ? ഓക്കെ, ഒരുമിച്ച് ടേൺ ചെയ്യാം ട്ടോ. വലുതായിട്ട് എഴുതണ്ടേ? ആ, വലുതായിട്ട് വലുതായിട്ട് സ്കൂളില് നോട്ട്സ് ചോദിക്കുന്ന കൂട്ടുകാരി. ഇപ്പൊ പഠിക്കേണ്ട മിക്സ് സ്കൂളാണോ? ആ. അപ്പൊ അവിടെ ഓക്കെ, ടേൺ ചെയ്തോ. ഓ, കറക്റ്റ് ആൻസർ. ഇത് ഉറപ്പാ, ഡ്രൈവർ ചേട്ടൻ പറഞ്ഞതാണ് കറക്റ്റ്. അമ്മയും മോളും ഫുൾ പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ്. ഇപ്പൊ അഞ്ജലിക്ക് കറക്റ്റ് അറിയാം മൈൽ സ്റ്റോൺ ഏതൊക്കെ റൂട്ടിലൂടെയാ ട്രാവലിംഗ്. അല്ല, കാരണം ഞാൻ അമ്മയുടെ അടുത്ത് സ്കൂളിൽ നടക്കുന്നതെല്ലാം ഡിസ്കസ് ചെയ്യാറുണ്ട് ഓ, എപ്പോഴും. അതുമല്ല ഇവള് വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചോദിക്കും, ദക്ഷ യു സെൻഡ് മീ നോട്ട്സ്, ഐ വിൽ സെൻഡ് യു നോട്ട്സ് ഒക്കെ പറഞ്ഞ് ദക്ഷ എന്ന് പറയുന്നത് എപ്പോഴും കേൾക്കാറുണ്ട്. പാവം ദക്ഷക്കുട്ടി. ദക്ഷ എഴുതിയിട്ട് അത് ഞങ്ങളുടെ പ്രശ്നമല്ല, ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന മൈൽസ്റ്റോൺ പ്രശ്നങ്ങളാ. ഞങ്ങള് നിങ്ങൾക്ക് ഈസി ആയിക്കോട്ടെ, അതോ വേറെ അതുകൊണ്ടാണ് ഞങ്ങൾ വിജയിക്കുന്നത്. വിജയിക്കണേ. ശരി, നമ്മുടെ ഫാമിലി മെമ്പർ അല്ലേ, അപ്പൊ നമ്മൾ അധികം ഒന്നും ഇത് ചെയ്യില്ല, ഈസി നല്ല ആയിട്ടുള്ള കാര്യം അത്. ആ ചെയ്യുള്ളൂ. അതാണ്. ഓക്കെ, അടുത്തത്. അമ്മ ചെയ്ത സിനിമകളിൽ ആവണിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്? ഈസി. അയ്യോ, ഇപ്പൊ കുറച്ച് കൺഫ്യൂഷൻ ആവശ്യം. ആഹാ, നോക്കട്ടെ. ഒരുമിച്ചിട്ടാണ് ഇതോ? ചിത്തെറ്റിപ്പോയി. ഓ, ചിത്താന്നല്ലേ എഴുതിയത്. അതാ ഞാൻ പറഞ്ഞ കൺഫ്യൂഷൻ ആവുന്നു. കാരണം എന്താ വെച്ചാൽ ചിത്ത ഇറങ്ങുന്നവരെ ദൃശ്യം 2 അമ്മ ഇനി പോലീസായിട്ട് ചെയ്താൽ മതി. അമ്മേനെ ഫസ്റ്റ് ഫുൾ ഡാർക്ക് ഡൾ ഫേസ് ആണെങ്കിലും പിന്നീട് നോ മേക്കപ്പിൽ അമ്മയുടെ ഒരു ഭയങ്കര അങ്ങനത്തെ ഒരു അപ്പിയറൻസ് കാണിക്കുന്നത് കൊണ്ട് ദൃശ്യം 2 പോലത്തെ വേഷങ്ങൾ മാത്രം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ചിത്തയില് കുറെ അവാർഡ്സ് കിട്ടി, ഫിലിം ഫെയറും ചിത്തയെന്നാ കിട്ടി. നല്ല മൂവി, അതുകൊണ്ട് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അവള് മിക്കവാറും ചിത്ത എന്ന് എഴുതുമോന്നുള്ളത്. അഞ്ജലി അറിഞ്ഞോ ദൃശ്യം 3 വരുന്നുണ്ട്? അറിഞ്ഞല്ലേ? അടുത്ത മാസം ഷൂട്ടിംഗ് തുടങ്ങാണ്. അപ്പൊ അതിലും ഉണ്ടാവോ? ഞങ്ങൾക്കൊക്കെ വെറുപ്പിക്കുന്ന പോലീസായിട്ട് ഞങ്ങൾക്കൊക്കെ എത്ര വിഷമം വന്നു എന്നറിയോ? എന്തൊരു സാധനമാണ് അഞ്ജലി പോയി. എനിക്ക് മാത്രമേ അവരോട് സഹതാപം ഉള്ളൂ. വർക്ക് ചെയ്യേണ്ടി വന്നാലും അതിലല്ല എപ്പോഴും ഇടയിൽ അത് വേണോ, അവരോട് അങ്ങനെ ചെയ്യണോ എന്നൊക്കെ ഞാനാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് പല നാട്ടുകാരും പ്രേക്ഷകർ എന്നെ വെറുതെ വിട്ടു. അല്ല, അത് ശരിയാണ് കേട്ടോ. എന്നാലും ഞാൻ അത് ഇതാക്കി പറഞ്ഞു മാത്രം. അപ്പൊ ഇനി ദൃശ്യം 3 ഉണ്ടോ? അറിയില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, ഡിസ്കഷൻ ആയിട്ടില്ല. ഓക്കെ. അപ്പം ക്ലൈമാക്സ് അറിഞ്ഞോ അതിന്റെ? ഇല്ല. അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു കേട്ടോ. ദൃശ്യം 3 ഞങ്ങൾ കഴിഞ്ഞ ദിവസം ജയിച്ചത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞു സംഭവങ്ങളൊക്കെ. ശരി, ഇനിയിപ്പോ ഇതിന്റെ പനിഷ്മെന്റ് വേണ്ടേ? ഇതിന്റെ പനിഷ്മെന്റ് എന്താന്ന് വെച്ചാല് നന്നായിട്ട് സീരിയസ്. ഇനി ഈ ചിരിമോടൊന്നും വേണ്ട, വളരെ സീരിയസ്. എപ്പോഴും ഞാൻ കാണുമ്പോ അഞ്ജലി വളരെ സ്വീറ്റ് ആയിട്ടുള്ള മുഖവും അല്ലെങ്കിൽ കുറച്ചും കൂടി ഇമോഷണലി ഡൗൺ അങ്ങനെയൊക്കെയാണല്ലോ. മൊത്തത്തിലൊരു സാഡും അങ്ങനത്തെ ഒരു ഫേസ് ആണ് എപ്പോഴും കാണുന്നത്. എനിക്ക് ഇന്ന് അതെല്ലാം വിട്ടിട്ട് അഞ്ജലി നല്ല ക്രൂരയായിട്ടുള്ള ഒരു അഞ്ജലി, ഒരു ക്രൂര അങ്ങനത്തെ ഒരു ആങ്കർ ഫേസ്. അങ്ങനെ ബെന്ന സിനിമ അങ്ങനെയാണല്ലോ ചെയ്തത്. പക്ഷെ നമ്മള് മെജോറിറ്റി പറയുമ്പോ എല്ലാത്തിനകത്തും കുറച്ചും കൂടെ ഒരു പാവം ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്ന് അഞ്ജലിയുടെ മുഖത്തെ ഒരു ദേഷ്യഭാവം കാണട്ടെ. ദേഷ്യം മോളോടാണ് കാണിക്കുന്നത്. കുസൃതിയൊക്കെ കാണിച്ച് അവള് ഭയങ്കര ഇതായിട്ട് നിൽക്കുമ്പോ ആണ് കേട്ടോ. അപ്പൊ അമ്മയും മോളും കൂടെ ഒരുമിച്ച് തകർത്ത് അഭിനയിക്കണം. മോള് നമ്മ ഞാൻ ഇനി ചെയ്യില്ല എന്നുള്ള ചെയ്യില്ല. അപ്പൊ അമ്മ നേരെ നിനക്കെന്താ പറഞ്ഞ അനുസരിച്ചൂടെ, എത്ര നിന്റെ അടുത്ത് പറയണു, ഇനി എന്താ നീ നന്നാവാത്ത, നിനക്ക് മര്യാദക്ക് ഇങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ദേഷ്യപ്പെട്ട നമ്മുടെ വില്ലത്തി അമ്മ. ഇതൊക്കെ കാണണ്ടേ ആൾക്കാർക്ക്? നിങ്ങളൊക്കെ അഭിനയിക്കുന്നവരല്ലേ. ചിരിമോട് വേണ്ട, മോള് ചിരിക്കാൻ പാടില്ല, മോള് പാവായിട്ട് അമ്മയുടെ പറഞ്ഞോളെ ചീത്ത പറയുന്നുള്ളത്. ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാതെ മുടി രണ്ടും കൂടെ ഫ്രണ്ടിലെടുത്തിട്ടെന്ന് പറഞ്ഞിട്ടില്ല അവണി എടുത്ത്. പിന്നെ എന്താ കേട്ടാല് ഞാൻ എണ്ണയൊക്കെ തേച്ച് ഒതുക്കി വെച്ചേക്കണ കണ്ടില്ലേ? ഇതിന്റെ ആവശ്യം എന്താ അവണിക്ക് ഇത്ര ചെറിയ പ്രായത്തില്? 2 സ്ലൈഡ് എടുത്ത് വെച്ചത് കുത്തി വെച്ചാൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോണില്ലല്ലോ. നിന്നെ പിടിച്ച് കടിക്കുവാ സ്ലൈഡ്? പിന്നെ എന്തുവാ മുടി എടുത്ത് അങ്ങ് ഫ്രണ്ടിലേക്ക് എടുത്തിട്ടേക്കുന്നത്? നിന്നോടല്ലേ ചോദിക്കുന്നത്? മോളൊന്നും പറയുന്നില്ലേ? ഞാൻ പറയില്ലല്ലോ. മിണ്ടാതിരിക്കണം പറഞ്ഞോണ്ട്. അല്ലല്ല പറഞ്ഞോ, ഞാൻ കൗണ്ടർ ആൻസർ പറഞ്ഞു. ഞാൻ റൂഡായിട്ടാണ് അല്ല, സോറി അമ്മ, എനിക്കത് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ എന്താ വെച്ചാ മോളുടെ ഒരു ഇത് പറഞ്ഞു. ഓക്കെ, എന്താന്ന് ഞാൻ ചോദിക്കണം എന്റെ അടുത്ത്. ഇഷ്ടമായോണ്ട് വെച്ചാ എന്നാ പിന്നെ മുടി മൊത്തത്തിലും കഴിച്ചിട്, മുഖം കാണണ്ട. നീ ഇങ്ങനെ ചെയ്യേ കേട്ടോ. അഞ്ജലി അതവളൊരു കുഞ്ഞല്ലേ, അവൾക്ക് ഇഷ്ടം കൊണ്ടല്ലേ അങ്ങനെ. കുഞ്ഞാണെന്ന് കരുതി ഇത് നോക്കിയത് ഇത്രയും മുടി നീളത്തിൽ ഇതങ്ങ് ആ ക്ലിപ്പിന്റെ കൂടെ ഇരുന്ന വൃത്തിയായിട്ട് മുഖം കാണാൻ പറ്റില്ല. എന്നാലും 3 ക്യാമറ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, അതങ്ങ് ഇരുന്ന് വൃത്തിയായിട്ട് കാണാൻ പറ്റില്ലേ? അത് ഇപ്പത്തെ കുട്ടികളുടെ സ്റ്റൈലല്ലേ ഇങ്ങനെ. അതിന് നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിലേ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്ത് കുറച്ചും കൂടെ അങ്ങ് അവൾക്ക് അതിനെ വഴിവെച്ച് കൊടുക്കും. അമ്മ ഇത്ര സ്ട്രിക്റ്റ് ആണ് എപ്പോഴും. ഇന്റർവ്യൂലൊക്കെ വന്നിരിക്കുമ്പോ പിള്ളേർ അവരുടെ ഇഷ്ടത്തിനല്ലേ ഹെയർ തുടങ്ങാനും അതെ ഫ്രണ്ടിലൊക്കെ. അയ്യോ
പാവം ഞാൻ ആദ്യമായിട്ടാണോ അമ്മയുടെ അടുത്ത് ഇത്ര ദേഷ്യം. അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടാറുണ്ടോ? ഞാൻ നല്ലോണം ദേഷ്യപ്പെടും. ആണോ? എന്തൊരു ക്രെഡിറ്റോടെയാ പറയണേ നോക്കിക്കേ. ആണോ മോളെ? അമ്മ എന്തിനാ എപ്പോഴും ദേഷ്യപ്പെടുന്നത്? അതായത് ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോ ആദ്യം എഴുന്നേറ്റ് നിക്കണ്ടാവും, എഴുന്നേറ്റിരിക്കണ്ടാവും. അപ്പൊ ഞാൻ എന്തെന്ന് വെച്ചാൽ ആദ്യം ഇങ്ങനെ 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 ചൊറിയും. നീ കൊള്ളാട്ടോ, നീ പിടിക്കാ. ആദ്യം ഇങ്ങനെ ചുമ്മാ ചൊറിയും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരു കളറിംഗ് ബുക്ക് ഉണ്ട്, അത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് 2 ക്രയോൺസ് വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വരയ്ക്കും. ഓ അതും എന്റെ കയ്യിൽ അടിപൊളി ക്രയോൺ ആണല്ലോ. അപ്പൊ അപ്പൊ ഞാൻ പറയും ഇല്ല തരൂല. അപ്പൊ ശരിക്കും അവളുടെ കയ്യിൽ അടിക്കുന്നല്ലത്, അപ്പൊ എനിക്കത് വെച്ച് കളർ ചെയ്യാമല്ലോ. അപ്പൊ ഞാൻ അത് എടുക്കും. എന്നിട്ട് അതെടുക്കും, എന്റെ പേനതാ എന്റെ പേനതാ. അപ്പൊ ഇവളിനെയും ഞാൻ ആ പേന ഇങ്ങനെ പിടിച്ചു മേടിക്കും. അപ്പൊ അമ്മ ആരാ അവിടെ ഒച്ച ഉണ്ടാക്കണേ. അപ്പൊ അമ്മയുടെ എപ്പോഴും വഴക്ക് കിട്ടുന്ന ചേച്ചിക്കല്ലേ? എപ്പോഴും അല്ല, ഇടയ്ക്ക്. ആദൂനും ഇപ്പൊ വഴക്ക് കിട്ടാറുണ്ട്. ആദൂന് വഴക്കിട്ട് ആദു എന്തെങ്കിലും ചെയ്യുമ്പോ അതിനെനിക്ക് വഴക്കിട്ട. അത് ചേച്ചിയുടെ ഉത്തരവാദിത്തമാണ് ആദൂനെ കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് കേട്ടോ. അതുകൊണ്ട് അമ്മ അങ്ങനെ പറയണേ. ശരി, നമുക്ക് അടുത്തതിലേക്ക് പോവാം. റെഡി? ആവണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തിനോട്? ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? ഡെയിലി അമ്മ എനിക്ക് അതുണ്ടാക്കി തരൂ, ഇതുണ്ടാക്കി തരൂ. അമ്മ കിച്ചൻ കാണാറുണ്ടോന്ന് ആദ്യം ചോദിക്കട്ടെ. ഇല്ല, എന്റെ അമ്മയെ കാണുന്നത് ബെസ്റ്റ്. പക്ഷെ അമ്മയ്ക്ക് അറിയാം. ആണോ? അമ്മയ്ക്ക് അറിയാമോ കുക്ക് ചെയ്യാൻ? എന്തൊരു സപ്പോർട്ടിങ് മോളാന്ന് നോക്കിക്കേ. നോക്കട്ടെ, ടേൺ ചെയ്ത 2 പേര് നോക്കട്ടെ. ദോശ. ഇതെന്താ ഇവരുടെ അടുത്ത് ഒരു പനിഷ്മെന്റ് ചോദിക്കാൻ പറ്റുന്നില്ലല്ലോ, എല്ലാം കറക്റ്റ് ആൻസർ ആണല്ലോ. ദോശയുടെ ആളാ, ഫുൾ ടൈം ദോശ. വൈകുന്നേരം ദോശ കിട്ടിയാൽ ഐ എം ഹാപ്പി. ആണോ? ദോശയുടെ കൂടെ എന്താ ഇഷ്ടം? സാമ്പാറോ ചട്നിയോ? എനിക്ക് ദോശയുടെ കൂടെ എല്ലാം ഇഷ്ടമാണ്, എന്ത് കിട്ടിയാലും ഐ എം ഹാപ്പി. ആണോ? അപ്പൊ ദോശയുടെ നമ്മുടെ ഈ ചപ്പാത്തിയുടെ കറികൾ അങ്ങനത്തെ ആണെങ്കിലും കഴിക്കോ? ചിലര് ഞാൻ അങ്ങനെ ഒക്കെ കേട്ടിട്ടുണ്ട്. ദോശക്ക് എന്താണ് കോമ്പിനേഷൻ? സാമ്പാർ, ചമ്മന്തി, ചിലപ്പോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊടിയും അത്, പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ദോശയൊക്കെ പോലെ. ഓ, അഞ്ജലി കുക്ക് ചെയ്യാറുണ്ടോ? എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. പക്ഷെ അമ്മ ഫുൾ ടൈം ഉള്ളത് കൊണ്ട് അടുക്കള ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുന്നോണ്ട് എനിക്ക് സമാധാനം. അതുകൊണ്ട് അതിനിടയിലേക്ക് ഡിസ്റ്റർബ് ചെയ്യാനില്ല. ഓക്കെ, ശരി. അടുത്തത്, ഏത് സബ്ജക്റ്റിനാണ് ആവണിക്ക് ഏറ്റവും ഒടുവിൽ ഫുൾ മാർക്ക് കിട്ടിയത്? എക്സാം തീർന്നേ ഉള്ളൂ ഇന്നലെ. അതായത് ഫുൾ മാർക്ക് എക്സാമിന്റെ റിസൾട്ട്സ് വന്നിട്ടില്ല. എന്നാ വേണ്ട, ലാസ്റ്റ് ഇയറില്, ഇപ്പൊ ഇയറിലെ ഫസ്റ്റ് എക്സാം അല്ലേ ഇപ്പൊ കഴിഞ്ഞ, ലാസ്റ്റ് ഇയറിലെ ഏറ്റവും കൂടുതൽ ഫുൾ മാർക്ക്, അല്ലെങ്കിൽ നമുക്കറിയാലോ ഏകദേശം ഏതൊരു സബ്ജക്റ്റിനായിരിക്കും എപ്പോഴും അവള് ഹൈ സ്കോർ ചെയ്ത് നിൽക്കുന്നത്? ലാസ്റ്റ് ഇയർ ഫൈനൽ എക്സാമിനോ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയ സബ്ജക്ട് ഏതാണ് ലാസ്റ്റ് ഇയർ? അല്ല, എല്ലാത്തിനും നല്ല സബ്ജക്ട് മാർക്ക് ഉണ്ട്. എനിക്ക് വയ്യ, എന്തൊരു ബ്രില്യന്റ് ഗേളാന്ന് നോക്കിക്കേ. അല്ലെ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് വേണമെങ്കിൽ ഏതാന്ന് ഞാൻ എഴുതാം. എന്നാ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് ഏതാന്ന് എഴുതാം. ഡിഫിക്കൽട്ട് ഈ വർഷത്തെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട്. അമ്മ ഉത്തരം പറഞ്ഞു കൊടുക്കാം. ഈ വർഷത്തെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് വേണ്ടി എഴുതാൻ. അത് അവൾക്ക് മനസ്സിലായി എന്തെഴുതണം. അപ്പൊ അവൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി. അല്ല, എനിക്കറിയില്ല അവൾ അത് എഴുതുമെന്നുള്ളത് എനിക്കറിയില്ല. എനിക്കത് തോന്നി അവൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളത്. റെഡി? എഴുതി കഴിഞ്ഞു. ഓക്കെ, ടേൺ ചെയ്തോളൂ. സയൻസ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണോ? എനിക്ക് തോന്നി സയൻസ് ഭയങ്കര. മാത്സ് ആണോ എഴുതിയേ? അല്ലല്ല, സയൻസ് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് അല്ല. ടേം വേർഡ്സ് ഉണ്ട് കൊറേ, ഇങ്ങനെ എന്താ പറയാ, കൊറേ വാക്കുകളുണ്ട്. അപ്പൊ അതൊക്കെ ഇവളുടെ മെമ്മറിയിൽ നിൽക്കുമെന്നുള്ള ടെൻഷൻ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ട് സയൻസ് എക്സാം ആവുമ്പോൾ. മോളുടെ ഫേവറേറ്റ് സബ്ജക്ട് എന്താ? ഇംഗ്ലീഷ് ആണോ? അപ്പൊ ബാക്കി പൊതുവെ അക്കാഡമിക്സിൽ അപ്പൊ ആള് വളരെ ബ്രില്യന്റ് ആണ്, കുഴപ്പമൊന്നുമില്ല, പഠിക്കും. സ്കൂളിൽ പോയില്ലേലും എല്ലാം മാനേജ് ചെയ്തു അല്ലേ? പിന്നെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ ഈ പനിഷ്മെന്റ് ഒന്നും ഇല്ലല്ലോ. പക്ഷെ എന്നാലും നമ്മുടെ പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് ചോദിക്കുകയാണ്, ഇതാന്ന് കേട്ടപ്പോൾ അമ്മയുടെ അടുത്ത് മോള് തിരിച്ച് ഇംഗ്ലീഷില് ഒന്ന് ചീത്ത പറയാമോ എന്ന് അമ്മേനെ? ഇംഗ്ലീഷ് അമ്മയെ ചീത്ത പറയാം. എങ്ങനെ? ചുമ്മാ ഒരു ലൈൻ, 1 to 2 lines അമ്മേനെ ദേഷ്യപ്പെട്ടിട്ട്. What are you doing? Are you stupid? മതിയോ? അയ്യോ, അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് അപ്പുവിന്റെ ഓരോരോ ആഗ്രഹങ്ങളെ കാര്യമില്ല, നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് വേണ്ടിട്ടല്ലേ. പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ ഇത് ആരുടെ അടുത്ത് എങ്ങനെ ചിത്ത പറയണേ? അതുവിന്റെ അടുത്തായിരിക്കും ഈ ഡയലോഗ് ഒക്കെ പറയണേ. അങ്ങനെ ഞാൻ പറയാറില്ല. പിന്നെ കൂടുതലും ഫ്രണ്ട്സിന്റെ അടുത്ത് ഈ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ ദക്ഷക്കുട്ടി കേൾക്കാറുള്ളതാണ്. അങ്ങനെ പറയാറില്ല. അല്ലാത്ത കുറെ ഫ്രണ്ട്സ് ഉണ്ട്, നോട്ടി ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ അടുത്താണ് പറയാ അല്ലേ? ശരി, അടുത്ത ചോദ്യം. റെഡി ആയിക്കോളൂ, ആൻസർ എഴുതാൻ.
ആവണി ഏറ്റവും കൂടുതൽ റീലുകൾ കുത്തിയിരുന്ന് കാണാറുള്ളത് ഏത് സോഷ്യൽ മീഡിയ താരത്തിന്റേതാണ്? എല്ലാവരുടെ കാണാറുണ്ട്. എന്നാലും അത് ഏറ്റവും മലയാളം കൂടുതൽ അങ്ങനെ മലയാളത്തിൽ എഴുതിയാൽ മതിയോ? അതൊന്നും പറയണ്ട. ഏറ്റവും കൂടുതൽ കാണുന്നത് ആരുടെയാണോ അവരുടെ എഴുതുക. പല പല ലാംഗ്വേജിൽ ലാംഗ്വേജിൽ കാണാറുണ്ട്, പക്ഷെ എന്നാ മലയാളം മലയാളത്തില്. തന്നെ എഴുതിയാൽ മതി. എന്നാ എല്ലാവർക്കും മലയാളം അറിയുന്നത് അതല്ലേ. ആ മലയാളം. ഏത് ഇതാണെന്നോ? ആരുടെ റീലാണ് കാണണേ, ആരുടെ വ്ളോഗാ കാണണേന്ന്? ബ്ലോഗാണോ യൂട്യൂബാണോ? യൂട്യൂബിൽ റീൽസ് എന്താ ഏറ്റവും യൂട്യൂബ് ചാനൽസ് ആണോ ചോദിക്കുന്നത്? യൂട്യൂബ് ചാനൽസ് അല്ല, റീൽസ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഏത് ഇൻഫ്ലുവൻസറിന്റെ ആണെന്നോ അല്ലെങ്കിൽ ഏത് സ്റ്റാർ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവണി വ്ളോഗ് ഒക്കെ ചെയ്യുന്ന ആള് തന്നെയാണ് ഇൻഫ്ലുവൻസേഴ്സ്. അപ്പൊ റീൽസ് ഏതാണ് മലയാളത്തിൽ കാണണേന്ന് നീ ആരുടെയാന്ന്? ഇൻഫ്ലുവൻസേഴ്സ് അയ്യോ ആണെങ്കിൽ കൊറേ പേരുണ്ടെന്നേ. ആണോ? ഫുൾ ടൈം ഈ റീലും പരിപാടികളും എല്ലാം പുറത്തുള്ള ഇൻഫ്ലുവൻസേഴ്സിന് വരെ അറിയാം. ഇംഗ്ലീഷിലുള്ള ഞാൻ ആദ്യമായിട്ട് ഈ പേരുകളൊക്കെ കേൾക്കുന്നത്, ഇപ്പോഴും എനിക്ക് ഓർമ്മയിലില്ല. ആണോ? മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഇൻഫ്ലുവൻസേഴ്സ് പോരെ. ആരാ മോള് ഏറ്റവും കൂടുതൽ ആരുടെ റീലാ കാണുന്നത്? ഇത് എന്തായാലും തോക്കും, കാരണം ഇഷ്ടംപോലെ അമ്മേന്റെ തോക്കും. ഫേവറേറ്റ് ഇൻഫ്ലുവൻസർ ഈ അടുത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് അടുത്ത പനിഷ്മെന്റ് റെഡിയാക്കി വെച്ച മിക്കവാറും അമ്മയ്ക്ക് തെറ്റാൻ ചാൻസ് തെറ്റും, ഉണ്ട്. കാരണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവരുടെ ഒക്കെ ഇരുന്ന് ചിരിക്കുന്ന കാണാം മലയാളത്തിൽ. അമ്മയെ അടുത്ത് നമ്മൾ അമ്മയ്ക്ക് അങ്ങനെ clue ഒന്നും പറയരുത്. കൊടുക്കണ്ട. അമ്മ എഴുതി കഴിഞ്ഞു. കഴിഞ്ഞോ? അല്ല ഇത് ഉറപ്പായിട്ടും കുഴപ്പിക്കും, കാരണം ഇഷ്ടംപോലെ പേരുണ്ട് മലയാളത്തിൽ അവൾക്ക് അറിയില്ല, ഇത് കാണുന്ന ഒരേപോലെ കാണുന്ന ഓരോരുത്തരുടെ എപ്പിസോഡ് വന്ന ഇരുന്ന് കാണാം. പ്രവീൺ പ്രണവ് ചട്ടമ്പീസായിരിക്കും. ചട്ടമ്പീസ് കണ്ട അമ്മയ്ക്ക് അത് അറിയായിരുന്നു, എന്നിട്ട് എന്തുകൊണ്ട് എഴുതിയില്ല? അല്ല എന്ന് വെച്ചാൽ ചട്ടമ്പീസ് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ പടം. ആക്ച്വലി ഞാൻ പ്രവീൺ പ്രണവും കാണാറുണ്ട്. അവരുടെ ഡാൻസ് റീൽസ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാം. പിന്നെ കോമഡി വീഡിയോസ് ആണെങ്കിൽ ഞാൻ ചട്ടമ്പീസിനെ നോക്കും. പക്ഷെ എല്ലാരും ഒരേപോലെ റീൽസ് ഇടുന്നോണ്ടേ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. എല്ലാവരുടെയും ഒരേപോലെ കാണുന്നുണ്ട് അവള്. മോളപ്പം എല്ലാവരുടെയും ഇങ്ങനെ ഇരുന്ന് ഫുൾ ടൈം ഇരുന്ന് മൊബൈൽ ഇങ്ങനെ കാണും. ഫുൾ ടൈം മൊബൈൽ ടിവിയില് റീൽസ് ഇടും, യൂട്യൂബിലിടും. ഓക്കെ, അപ്പൊ പനിഷ്മെന്റ് വേണ്ടേ? പനിഷ്മെന്റ് എന്താണെന്നറിയോ? അപ്പൊ ഈയിടെ ഹിറ്റ് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഡാൻസ് റീലില് ആ പാട്ട് ഏതാണ്, ആ പാട്ട് പാടണം. അതാണ് മോൾക്കുള്ള പനിഷ്മെന്റ്. ഏതാ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിട്ട് നിൽക്കുന്നത്? എനിക്കിതൊന്നും അറിയില്ല. ഏതാണ്? ആ പാടുക. എനിക്ക് ആക്ച്വലി അറിഞ്ഞൂടാ. ഇപ്പൊ ഈയിടെ ഡാൻസ് റീലൊക്കെ കാണാറുണ്ടല്ലോ. അത് കളിക്കുന്ന കാണാറുണ്ട്. അപ്പൊ ആരുടെ ഡാൻസ് ബോർഡ് അതാ അത് പാടിക്കോ. വേറെ എന്തെങ്കിലും പണിഷ്മെന്റ് ഉണ്ടോ? ഇല്ല, ആ പനിഷ്മെന്റേ ഉള്ളൂ. പഠിക്കോ? എന്തായിരുന്നു ഞാൻ ഏറ്റവും നല്ലോണം റീൽസ് വരുന്ന ഇപ്പൊ ട്രെൻഡി ആയിട്ട് വരുന്ന ഏതെങ്കിലും റീലിലെ പാട്ട് പാടാൻ? ട്രെൻഡിങ് കുറെ പാട്ടുകൾ. ഒരെണ്ണം പാടിക്കോ. പ്രൊഡ്യൂസർ ചോദിക്കുന്നുണ്ട് അഴകിയ ലൈല അറിയാവോന്ന്. അപ്പൂസ് മാമയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ ഞങ്ങളുടെ പ്രൊഡ്യൂസർ മാമ. മറ്റേതാണോ? അപ്പൂസ് മാമ എപ്പോഴും ഡാൻസ് ചെയ്യും. ആ പാട്ട് കേട്ട അപ്പൂസ് അത് വരികൾ അറിയോ നിനക്ക്? ഇല്ല, അറിയാം. എന്നാ അത് പാടിക്കോ. അഴകിയല്ല ഇല്ല നോക്കിക്കോ, അവിടെ ഇത്ര എനിക്ക് അറിയുള്ളൂ. അപ്പൂസ് പെട്ടു. അറിയുള്ളൂ കുട്ടിക്ക്. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പോകുമ്പോ അപ്പൂസ് മാമ നമുക്ക് ഒരുമിച്ച് അത് പാട്ട് വെച്ചിട്ട് റീൽസ് ചെയ്തിട്ട് പോവാന്ന് കേട്ടോ. ശരി, ഓക്കെ, അടുത്ത ചോദ്യം. എത്രാമത്തെ ഇനി? ഓക്കെ, ഇനി 8th വൺ. കൊറേ ചോദ്യങ്ങളുണ്ടോ? 10 ഉള്ളൂ. 8th എത്തി. ആവണിയെ അമ്മ തല്ലാൻ ഓടിച്ചിട്ട ഒരു സന്ദർഭം. ഇഷ്ടം പോലെ ആണോ? സിറ്റുവേഷൻ. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ആവണിക്ക് ഒറ്റ അടി കിട്ടിയത്, അല്ലെങ്കിൽ അമ്മ അടിക്കാനായിട്ട് ഓടിച്ചിട്ടത് ഏതാണ്? ഇന്നലെയാണോ ഇന്നാണോ? ഇന്ന് അടി കിട്ടില്ലെന്ന് തോന്നുന്നു. ദിവസമാണോ? ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നാണോ ഇന്നലെയാണോ അടി കിട്ടിയെങ്കിൽ അത് എന്തിനായിരുന്നു? സിറ്റുവേഷൻ ആണ് എഴുതേണ്ടത്. എന്തിനായിരുന്നു അമ്മയുടെ അടി കിട്ടിയത്? ലാസ്റ്റ് ഒരു ദിവസം തന്നെ പലപ്പോഴും അടിക്കാറുണ്ടോ അഞ്ജലി? അടിക്ക് കൈ പൊങ്ങാറുണ്ട്. ആണല്ലേ? വേദനിപ്പിക്കൊന്നുമില്ല, വേദനിപ്പിക്കാതെ അടിക്കും. ഇങ്ങനെ കിട്ടും, ഒരെണ്ണം ഇങ്ങനെ കിട്ടും. ഇല്ല, അത്ര അടിക്കാറുള്ളൂ? എനിക്കില്ല. വെറുതെ കുട്ടിക്ക് അടി കൊട്ടിട്ട് അത് മതി അവക്ക്. അമ്മ എന്നെ അടിച്ചു എന്ന് അടിക്കാതെ വരുമ്പോ ഉള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ, അത് അടി കിട്ടിയാ മതി. അമ്മ എന്നെ അടിച്ചു, പിന്നെ അത് എല്ലാരും ഒന്ന് കേൾപ്പിക്കുന്നവരെ ഒന്ന് നിർത്തും. അമ്മമ്മേ അടി കിട്ടി. അപ്പൊ അമ്മമ്മ നീ എന്തിനാ മോളെ തൊട്ടേ എന്നുള്ള ചോദ്യം. അതുകൊണ്ട് ഇവക്ക് വെറുതെ ഒന്ന് ഇങ്ങനെ ചെയ്താലും അമ്മ ഇപ്പൊ എന്തിനാ അമ്മ എന്നെ അങ്ങനെ ചെയ്തേ? അതാണ് കിട്ടാതെ കിട്ടുമ്പോ അല്ലത്. അപ്പോഴേക്കും വേറെ കൂട്ടുകാരി ഒന്ന് പറയും, ഇതൊക്കെ ഒരു അടിയാണോ? എന്റെ അവിടെ ബെൽറ്റ് കൊണ്ട് കിട്ടുന്നു, ഹാങ്ങർ കൊണ്ട് കിട്ടുന്നു. ഞാൻ പറ അങ്ങനെ കിട്ടാത്തത് കൊണ്ടാണ്. ഇപ്പൊ എന്തിനാ ഞാൻ എഴുതാ? ഇഷ്ടംപോലെ കാര്യത്തിന് കഴിയുമ്പോൾ ലാസ്റ്റ് എന്തായിരിക്കും കാര്യം? പെട്ടെന്ന് മോൾ എഴുതി കഴിഞ്ഞു. അമ്മയ്ക്ക് എഴുതാനുള്ള ചാൻസ്. ഓക്കെ, ടേൺ. സമയം കഴിഞ്ഞു. അത്രയൊക്കെ എഴുതിയാൽ മതി.
ഞാൻ ഇതെന്തോന്ന് എഴുതി വെച്ചിരിക്കുന്നെ? അതൊന്നും എഴുതി അതുനെ വെറുപ്പിക്കുക എന്നുള്ളത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആദൂസ് fault. അതോ അവള് എഴുതിക്കുന്നോണ്ട് ആദൂസിന്റെ fault കൊണ്ടാണെന്ന്. എന്ത് നീ ശരിക്കും ചേച്ചി തന്നെ കേട്ടോ. Because of Adu's fault. കണ്ടാ ശരിക്കും ചേച്ചി. അവരെല്ലാം പെർഫെക്റ്റ്. എല്ലാം ഈ കുഞ്ഞു കുട്ടികളുടെ തലയ്ക്ക് ഇങ്ങനെ വെച്ച് അതെ 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 ഇവള് അങ്ങനെയാ. ഇവള് ഭയങ്കര ഇവളുടെ സൈഡ് ഫുൾ ഇങ്ങനെ പെർഫെക്റ്റ് ആക്കാൻ ഭയങ്കര ശ്രമിക്കും. അതുകൊണ്ട് തന്നെ എന്നെ ഇത് കിട്ടും. കറക്റ്റ് ചേച്ചി കേട്ടാ. ഇനി കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് അപ്പൊ തോന്നും. അപ്പം മോൾക്ക് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ട് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം ആദൂനെയാണ്? തോന്നിയിട്ടേ ഇല്ല. തോന്നിട്ടേ ഇല്ല. ആദൂനെ എത്ര വേണേലും സ്നേഹിച്ചോട്ടെ, സ്നേഹിച്ചോട്ടെ. എന്നെ ഒന്ന് എത്ര സ്നേഹിക്കാതിരിക്കൂ, അങ്ങനെയാണോ? അങ്ങനെയില്ല. അവൾക്ക് അതേപോലെ ഈക്വലി വേണം. ഈക്വൽ ആണ്. അമ്മമാരുടെ ഒരു എഫേർട്ട് നോക്കണേ. ശരി, ഓക്കെ. അടുത്ത ചോദ്യം. ആവണിക്ക് ഏറ്റവും കൂടുതൽ പേടിയുണ്ടായിരുന്ന അല്ലെങ്കിൽ പേടിയുള്ള ഒരു ടീച്ചർ? ഇപ്പോഴും പേടിയുണ്ട് അല്ലെങ്കിൽ നേരത്തെ ഭയങ്കരമായിട്ടും അവനെ പേടിച്ചിരുന്ന ഒരു ടീച്ചറിന്റെ പേര്? ഏത് സ്കൂളിൽ എഴുതാൻ പോകുന്നത്? അത് ഒരുപാട് സ്കൂളിൽ മാറി മാറി സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഇത്ര സ്കൂളിൽ മാറി? അത് ആക്ച്വലി ലാസ്റ്റ് പഠിച്ച സ്കൂളില് പെൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഇങ്ങനെ ഒറ്റക്കുറുക്ക പോലെ ബോയ്സിന്റെ അടുത്ത് മിങ്കിൾ ചെയ്യാനും കാര്യങ്ങൾ ചോദിക്കാനും നോട്ട്സ് വാങ്ങിയെടുക്കാനും ഭയങ്കര ടഫായിരുന്നു. അപ്പൊ അതവള് മെന്റലി ഡിസ്റ്റർബ് ചെയ്യുന്നോണ്ട് ആ സ്കൂളിൽ നിന്ന് മാറ്റി. അതിന് മുമ്പുണ്ടായിരുന്ന സ്കൂള് നമ്മുടെ ഒരു കോവിഡ് ടൈമിലൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കൂടുതലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി. കാരണം ടീച്ചർമാര് ഭയങ്കരമായിട്ട് ഇവരെ ഹരാസ് ചെയ്യുക, മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ അവരെ ടോർച്ചർ ചെയ്യുക, ടാർഗറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള പരിപാടികളൊക്കെ വന്നപ്പോൾ നമ്മൾ മെല്ലനെ, പിന്നെ സിലബസും ഭയങ്കര കൂടുതലായിരുന്നു പഠിക്കാനും, ഇവളുടെ ഷൂട്ടും അതുമായിട്ട് മാനേജബിൾ ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ സ്കൂളിൽ നിന്ന് മാറ്റി. ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ ചെയ്യും, ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പൊ അറിഞ്ഞപ്പോ അവരുടെ വീട്ടിൽ അവർക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളും. അതല്ല, ഞാനൊരു ദിവസം അമ്മേനോട് പറഞ്ഞു ഓൺലൈൻ ക്ലാസ്സിന് സമയത്ത്, അമ്മ ഇവിടെ വന്നിരിക്കൂ, നോക്കൂ ടീച്ചർ എന്താ ചെയ്യണേന്ന്. അപ്പൊ അമ്മക്ക് മനസ്സിലായി ഞാൻ പറയണ കള്ളല്ല. അപ്പൊ അങ്ങനെ അവര് ഫ്രസ്ട്രേഷൻ ആണെങ്കിൽ അത് കുട്ടികളുടെ അടുത്ത് ഇറക്കുക എന്നുള്ളൊരു ക്യാരക്ടറൈസേഷൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് മാറ്റി. അപ്പൊ നിങ്ങൾക്ക് ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ അത് സ്കൂളിൽ ഇൻഫോം ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല? ഞങ്ങൾ ഇൻഫോം ചെയ്തിരുന്നു. ഓരോ കാര്യങ്ങളും ഞങ്ങൾ ഇൻഫോം ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താ വെച്ചാൽ ഉണ്ടായത്, ഇവളിങ്ങനെ ചെവിക്ക് പിടിച്ചായിരുന്നു ഈ അടുത്ത്. അപ്പം ഞാൻ അപ്പോഴും സ്കൂളിലേക്ക് പോയി. കാരണം അങ്ങനെയല്ല അത് ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ. അപ്പൊ എന്തുണ്ടെങ്കിലും ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട്. അതാണ് കൂടുതൽ അത് വഷളാക്കാറില്ല എന്നുള്ളതേ ഉള്ളൂ. ബിക്കോസ് ആ സ്കൂളിന്റെ ഒരു ഗുഡ് വില്ല് നഷ്ടപ്പെടും. പിന്നെ നമ്മളാകുമ്പോൾ അത് ചിലപ്പം കൂടുതൽ സ്കൂളിൽ സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് ചാൻസസ് കൊടുക്കാതെ വളരെ നല്ല രീതിയിൽ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. കാരണം ഇനി ഒരു കുട്ടിക്ക് അങ്ങനത്തെ ഒരു ഫോൾട്ട്, ഇവൾക്ക് എന്നല്ല ഒരു മക്കൾക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്ന് കരുതി നമ്മൾ റിയാക്ട് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ മോളുടെ സ്കൂളിലത്തെ PTA കാര്യങ്ങൾ അതിലൊക്കെ നിങ്ങൾ ഇൻവോൾവ് ആണോ? ഒന്നിലും ഇൻവോൾവ് അല്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പോൾ മാത്രം ഞങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെടും. അല്ലാതെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും സ്കൂളിൽ ഇതുവരെ ഏറ്റെടുക്കാൻ തിരക്കൊണ്ട് പറ്റിയിട്ടില്ല. വരുമ്പോഴൊക്കെ ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യാറുമില്ല. കാരണം നമ്മളത് ചെയ്യുമ്പോൾ നമ്മൾ അതിന് സിൻസിയർ ആയിട്ട് ടൈം കണ്ടെത്തണം. അതില്ലാത്തത് കൊണ്ട് അത് എടുക്കാറില്ല. പക്ഷെ സ്കൂളിൽ മോളുടെ ആവശ്യങ്ങൾക്ക് എല്ലാത്തിനും പോവാറുണ്ട്. പിന്നെ എല്ലാ എക്സാം കഴിഞ്ഞിട്ടുള്ള പാരന്റ്സ് മീറ്റിങ്ങിന് പോകും. ഇതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ചോദിക്കാൻ പോകും. ഓക്കെ, അങ്ങനെയൊക്കെ വരാറുണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് ചോദ്യമാണ്. ചോദിച്ചത് ചോദ്യം വന്നില്ലല്ലോ. ചോദ്യം അത് പേടിയുള്ള ടീച്ചർ. ടീച്ചറിന്റെ പേര് എനിക്കറിയില്ല. ടീച്ചറിന്റെ പേര് അറിയില്ല. ടീച്ചറിന്റെ സബ്ജക്ട് എഴുതിയാൽ മതിയോ? അല്ല, പേരറിയാത്ത ചോദിച്ചിട്ടില്ല പേര്. പുതിയതായിട്ട് വന്ന സ്കൂളല്ലേ, അപ്പൊ അവള് ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് മിങ്കിളായി വരുന്നല്ലോ. കൂടുതൽ ദിവസം ഷൂട്ടായിട്ട് പോകുന്നോണ്ട് ഓടിപ്പോയി നോട്ട്സ് വാങ്ങുക, അതാണ്. അപ്പൊ വേറെ ചോദ്യം കളഞ്ഞിരിക്കുന്നു. സ്കിപ്പ് ചെയ്യാം. അടുത്തതിലേക്ക് പോവാം. മൺഡേ മോർണിംഗില് ഫസ്റ്റ് പീരീഡ് ഏതാണ് ആവണിയുടെ സബ്ജക്ട്? മൺഡേ ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മൺഡേയിലെ ഫസ്റ്റ് സബ്ജക്ട് ശരിക്കും പൊളിച്ച് അറിയാമോ? നോക്കട്ടെ, ഇതാണ് അമ്മയ്ക്ക് അറിയാമോ എന്നുള്ള ചോദ്യത്തിന്റെ കറക്റ്റ്. ഇത് മൺഡേ ടൈം ടേബിളില് ടൈം ടേബിൾ മാറി മാറി ഇടയ്ക്ക്. ഇപ്പൊ തെളിവ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് ഇപ്പൊ തെളിവ് പറയാം. അവരിടയ്ക്കിടയ്ക്ക് ടൈം ടേബിൾ മാറ്റുന്നുണ്ട്. ഞാൻ തെളിവായിട്ട് ഞാൻ കാണിച്ചു തരട്ടെ? ഞാൻ കാണിച്ചു തരും. കാരണം ഞാൻ ഐ ഡോണ്ട് നോ എന്ന് എഴുതിയേക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരിടയ്ക്കിടയ്ക്ക് മാറ്റും. പിന്നെ ഞാനും ആദ്യം കേൾക്കട്ടോ ഒരു സ്കൂളില് അങ്ങനെ ടൈം ടേബിൾ ഷഫിൾ ചെയ്യുന്നുണ്ട് ഇവര് ഭയങ്കരമായിട്ട്. അപ്പൊ മോൾ എന്താ എഴുതിയത്? തിയേറ്റർ ആൻഡ് മ്യൂസിക്. അതാണോ ആക്ച്വലി ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് ടൈം ടേബിൾ? ഇതുണ്ടോ ബുധനാഴ്ച വന്ന മെസ്സേജ് 2 ദിവസം മുമ്പ്. ഗ്രീറ്റിംഗ്സ്, കൈൻഡ്ലി നോട്ട് ദ ന്യൂ ടൈം ടേബിൾ. കണ്ടോ
ന്യൂ ടൈം ടേബിൾ എനിക്ക് അറിയില്ല അവരുടെ ന്യൂ ടൈം ടേബിൾ, കാരണം ഞാൻ ഭയങ്കര ഓട്ടത്തിലായിരുന്നു, ഹൈദരാബാദ് ആയിരുന്നു. അപ്പൊ അങ്ങനെ വന്നതേ ഉള്ളൂ, അതുകൊണ്ട് ആദ്യം ഒരു എനിക്കറിയില്ല. ടൈം ടേബിൾ അത് സത്യസന്ധമായിട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ. വീണ്ടും മാറി, അത് കഴിഞ്ഞിട്ട് വീണ്ടും മാറി. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് currently മാറുന്നുണ്ട്. പുതിയൊരു ടൈം ടേബിൾ ആണ് ഇന്നലത്തെ വന്നത്. ഇന്നലെ കാരണം ഇവർക്ക് പ്രോഗ്രാംസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റാത്തത് പറ്റാത്തത് അതുകൊണ്ടാണ്. അതുകൊണ്ടാണ്.